ഏറി വരുമ്പോൾ പരാതി പറഞ്ഞ് കുറ്റം പറഞ്ഞ് പ്രാർത്ഥന കുറയ്ക്കുകയല്ല. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇത് ആരംഭിച്ച കാലം മുതൽ തന്നെ വലിയ പീഡനങ്ങളെ തരണം ചെയ്താണ് ഈ മാർഗം ഇതുവരെ എത്തിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ സഭ ആരംഭിച്ച കാലം മുതൽ തന്നെ അതിനെ വേരോടെ പറിച്ചെറിയാൻ, അതിന് ഉന്മൂലനം ചെയ്യാൻ പൈശാചിക മണ്ഡലങ്ങളെല്ലാം അശ്രാന്ത പരിശ്രമം നടത്തിയതാണ്. ആദ്യം യഹൂദ മതത്തെ കൂട്ടുപിടിച്ചാണെങ്കിൽ പിന്നീട് റോമ സാമ്രാജ്യത്തെ കൂട്ടുപിടിച്ച് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ അശ്രാന്ത പരിശ്രമം നടത്തി. നീറോ എന്ന് പറയുന്ന, ഹഡ്രിയാൻ എന്ന് പറയുന്ന, ട്രാജൻ എന്നൊക്കെ പറയുന്ന, മാർക്കസ് ഔറേലിയസ് എന്നൊക്കെ പറയുന്ന ചക്രവർത്തിമാർ മാറി മാറി ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ആ ശ്രമിച്ച റോമ സാമ്രാജ്യം ഇന്നില്ല. ക്രൈസ്തവ സഭ ഇന്നും തല ഉയർത്തി അതിൻ്റെ ചൈത്രയാത്ര തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം മറ്റൊന്നല്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് വാക്കു പറഞ്ഞ അരുമനാഥൻ ഇന്നും കൂടെയുള്ളത് കൊണ്ടാണ് സഭ അതിൻ്റെ ചൈത്രയാത്ര തുടരുന്നതെന്ന് നമ്മൾ മറക്കരുത്. പ്രിയരെ, ആ കാലഘട്ടത്തിൽ ചിലരൊക്കെ പിന്മാറിപ്പോയെങ്കിലും ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നു. അങ്ങനെ നിന്ന ഒരാളാണ് പോളികാർപ്പ് എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവ മനുഷ്യൻ. അദ്ദേഹത്തെ അന്ന് ഭരിച്ചിരുന്ന ചക്രവർത്തി പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 86 86 വയസ്സ് പ്രായമുള്ള ഈ വയോധികനെ കണ്ടുകൊണ്ട് ചക്രവർത്തിക്ക് അല്പം ഒരു മനസ്സലിവ് തോന്നി. ചക്രവർത്തി പറഞ്ഞു, യേശുവിനെ ഒരു പ്രാവശ്യം ഒന്ന് തള്ളിപ്പറയാമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിട്ടയച്ചേക്കാം, ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി. പോളികാർപ്പ് സമ്മതിച്ചില്ല. ചില ദിവസങ്ങൾ ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവസാനമായി പോളികാർപ്പ് പറഞ്ഞത് ഇങ്ങനെയാ: For the past 86 years, I was serving my Lord. He has never done anything wrong to me. So how can I blaspheme against my Lord and my Savior? കഴിഞ്ഞ 86 വർഷമായി ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുകയാണ്. അവൻ എനിക്ക് തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായവനെതിരെ ഞാൻ എങ്ങനെ പരദൂഷണം പറയുമെന്ന് പറഞ്ഞ് ആ ദൈവ മനുഷ്യൻ രക്തസാക്ഷിയായി മാറി. ഇങ്ങനെ 100 കണക്കിനുള്ള അനുഭവങ്ങൾ ആ കാലഘട്ടത്തിലുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ നടുവിൽ അവർ ഈ പ്രതിസന്ധികളെ നേരിട്ടത് അവരുടെ സ്വന്തം കരുത്തുകൊണ്ടല്ല, മുഴങ്കാൽ മടക്കി പ്രാർത്ഥനയിലൂടെ ലഭിച്ച ആ കരുത്തുകൊണ്ടാണ്. ബോധ്യമാകുന്നവർക്കായി ഞാൻ